ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം ഗൈസ്, നമ്മുടെ 28-ാം തീയതി ഗൈസ്, ജൂൺ 28 പുലർച്ചെ 5 മണിക്ക് കാണിക്കുകയാണ് ഗൈസ് പോർച്ചുഗൽ വേഴ്സസ് കൊളംബിയ മത്സരം വരുന്നത്. അതൊരു കിണ്ണം കച്ചി മാച്ചായിരിക്കും എന്നതിൽ ഒരു ഡൗട്ടും ഇല്ല. കാരണം കൊളംബിയന്റെ ഇപ്പോഴത്തെ പെർഫോമൻസ് ഭയങ്കര ഹൈയിങ് ആയിക്കാണ്. ഓക്കെ, അടുപ്പിച്ച് 2 കളി ജയിച്ചുകൊണ്ട് കഴിക്കാണ് കൊളംബിയ ഇതിനകത്തേക്ക് വരുന്നത്, അടുത്ത മാച്ചിലേക്ക് വരുന്നത്. പോർച്ചുഗലിനെ സംബന്ധിച്ച് നോക്കുമ്പോഴേക്ക് പോർച്ചുഗൽ ആദ്യ കളി ഡ്രോയും അടുത്ത കളി ഉസ്ബെക്കിസ്ഥാനെതിരെ 5-0 അടിപൊളി വിജയമായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് പോർച്ചുഗലിന്റെ ഭാഗത്ത് നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ അടുത്ത മത്സരം ഒരു സാധാരണ മത്സരം ആയിരിക്കില്ല. ആ മത്സരം കുറെ ഒരു ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു മത്സരം കഴിക്കാണ്. കാരണം എന്താ വെച്ചാൽ അടുത്ത മത്സരത്തിൽ പോർച്ചുഗൽ തോൽക്കുകയോ ഡ്രോ ആവുകയോ ചെയ്തില്ലെങ്കിൽ ഒരു സെക്കൻഡ്, ഇപ്പം ഗ്രൂപ്പ് സ്റ്റേജിൽ ടേബിൾ സെക്കൻഡ് വയ്ക്ക്, ആ സമയത്ത് വരാൻ പോകുന്ന എതിരാളികൾ അവർക്ക് റൗണ്ട് ഓഫ് 32 ഇംഗ്ലണ്ടും റൗണ്ട് ഓഫ് 60 സ്പെയിനും ക്വാർട്ടർ ഫൈനലായിട്ട് ഫ്രാൻസും ആയിരിക്കും. എല്ലാം ഗണ്ണ ടീംസും കഴിക്കാണ് പോർച്ചുഗലിന് എതിരാളിയായിട്ട് വരാൻ പോകുന്നത്. അതേസമയം അഥവാ പോർച്ചുഗൽ കൊളംബിയക്കെതിരെ ജയിച്ചില്ലെങ്കിൽ അത് ഒരു ആവേശകരമായ മത്സരത്തിന് സാക്ഷിയാവുന്ന ഒരു മാച്ച് കഴിക്കായിരിക്കും. അഥവാ കൊളംബിയക്കെതിരെ ജയിച്ചില്ലെങ്കിൽ ലൂയിസ് ഡിയാസ് ഒക്കെ കളിക്കുന്ന കൊളംബിയക്കെതിരെ ജയിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം പോർച്ചുഗൽ ഇപ്പം അങ്ങനെ ഒരു ഫോമിലാണില്ല. ആ കളി ജയിച്ചില്ലെങ്കിൽ റൗണ്ട് ഓഫ് 32 അവർക്ക് എതിരാളികളായിട്ട് വരാൻ പോകുന്ന ക്രൊയേഷ്യ ആയിരിക്കും. അത് കഴിഞ്ഞ് റൗണ്ട് ഓഫ് 60 അവർക്ക് എതിരാളിയായിട്ട് വരാൻ പോകുന്ന ബെൽജിയം ആയിരിക്കും മാക്സിമം സാധ്യത. അതും കഴിഞ്ഞിട്ട് ക്വാർട്ടർ ഫൈനലായിരിക്കും ആവേശകരമായ മാച്ച് നമുക്ക് കാണാൻ പറ്റും. അഥവാ അടുത്ത കളി കൊളംബിയക്കെതിരെ പോർച്ചുഗൽ ജയിച്ചില്ലെങ്കിൽ നമ്മൾ ക്വാർട്ടർ ഫൈനലിൽ അർജന്റീന വേഴ്സസ് പോർച്ചുഗൽ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അർജന്റീന വേഴ്സസ് പോർച്ചുഗൽ, വാട്ട് എ മാച്ച് ബ്രോ. അങ്ങനെ ഒരു മാച്ച് ഇവിടെ വന്നില്ലെങ്കിൽ ആവേശമില്ല, 100 ഇരട്ടിയായിരിക്കും ഫിഫ വേൾഡ് കപ്പിന്റെ. CR7 വേഴ്സസ് ലിയണൽ മെസ്സി, വാവ് വാട്ട് എ മാച്ച്, വേറെ ഒന്നും പറയാനില്ല. അങ്ങനെ ഒരു മത്സരം വേണ്ടിക്ക് അടുത്ത മത്സരത്തിൽ കൊളംബിയക്കെതിരെ പോർച്ചുഗൽ ജയിക്കണം. അതുകൊണ്ട് അർജന്റീന ഫാൻസ് എൻ്റെ ഫുൾ സപ്പോർട്ട് പോർച്ചുഗലിനെ കൊടുക്കലാണ് അടുത്ത പോർച്ചുഗലിന്റെ മാച്ചിനായിട്ട്. കൊളംബിയക്കെതിരെ എങ്ങനെയെങ്കിലും ജയിക്കണം. CR7 ബ്രൂണോ എല്ലാവരും കൂടെ മത്സരിച്ച് കളിച്ച് ജയിക്കി. എന്നിട്ട് ക്വാർട്ടർ ഫൈനൽ ലിയണൽ മെസ്സി CR7 കാണണ്ടേ. ആ മാച്ചിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ കമന്റ് ആയി. ആവേശത്തിന്റെ പൊന്മുടിയിലേക്ക് ആ മാച്ച് ഉണ്ടാവുക, അതിനൊരു ഡൗട്ടും ഇല്ല. ഓക്കെ, അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.